നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഖലാത്തൽ ബഹ്റൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബഹ്റൻ ഫോർട്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പോർച്ചുഗീസ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ 2005 ഇടം പിടിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ എന്താ പറയുക, ഒരു 2300 BC മുതൽ 18th സെഞ്ച്വറി വരെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളാണ് അന്ന് മുതലുള്ളതാണെന്ന് പറയുന്നു. അപ്പം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോ കണ്ടതാട്ടോ ഇതിൽ. അപ്പോൾ പിന്നെ എനിക്കും തോന്നി ഏതായാലും ഇവിടെ ഉണ്ടായിട്ട് നമ്മളിവിടെ വരാതിരിക്കണ്ടല്ലോ. അങ്ങനെയാണ് ഞങ്ങളിങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുതിരകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൈസ കൊടുത്തിട്ട് കയറുന്നതായിരിക്കും. അവിടെ ദൂരെ കടലിൻ്റെ ഒരു ഭാഗമൊക്കെ കാണുന്നുണ്ട്. മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു മ്യൂസിയത്തിൽ പോയത്. അത് ഇവിടുത്തെ ആദ്യത്തെ സിവിലൈസേഷനാണ് ദിൽമൻ സിവിലൈസേഷൻ. ആ ദിൽമൻ സിവിലൈസേഷൻ്റെ മെയിൻ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഈ പറയുന്ന ഭാഗം കേട്ടോ. കേട്ടോ ഞങ്ങൾ കോട്ടയുടെ തൊട്ടടുത്ത് എത്തിയിട്ട് ആ എൻട്രൻസ് കുറച്ചുണ്ട് നടക്കണം കേട്ടോ. മനാമേന്ന് കുറച്ചും കൂടി ഉണ്ട് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലേസുള്ള. ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് എൻട്രൻസിലേക്ക് പോവുക കേട്ടോ. ഇവിടെ ഫ്രീ ആണ് അത്ര. രാത്രി 8 മണി വരെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ചൂടായ കാരണമാണ് ഈ രാത്രി ടൈമിലൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളിത് കേട്ടോ, ഇതിൻ്റെ ഡോറൊക്കെ ഇതാ ഉണ്ട്. ഡോറിലൂടെ ആൾക്കാരൊക്കെ കടന്നു വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടുള്ള കേട്ടോ. ഞങ്ങൾ എവിടെ പോകുമ്പോഴും കാണും ഇതാട്ടോ. അതിലേക്ക് കൂടെ ഇങ്ങനെ ഇത് ഞങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ കണ്ടതാണ് കണ്ടോ. ഓക്കെ, കുട്ടീൻ്റെ വലിയൊരു സംശയമാണ്, ഈ ബഹ്റിന് ശത്രുക്കളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് കോട്ട എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലാവണില്ല. ഇതാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇങ്ങനെ പോവുക. ഇവിടെ QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ബഹ്റിനിലൊക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇവിടെയൊക്കെ വന്ന് കാണണം കേട്ടോ. കാരണം ഇതൊക്കെ പിന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2005 ഇതങ്ങനെ ഇടം പിടിച്ചിട്ടുള്ളത്. അത് കാണുന്നതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു അത്ഭുതം പോലെ കണ്ടതാട്ടോ. കണ്ടോ, ഇവിടെ ഒരൊറ്റൊരു ചെടിയുടെ അത് മാത്രം കാണുന്നുണ്ട്. ഇവിടെ വേറെ ഒരു ചെടിയുടെ യാതൊരു അംശവും ഇല്ല കേട്ടോ. പക്ഷെ ഇവിടെ മാത്രം ഒരു ചെടി കണ്ടു. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ പുറത്തേക്കുള്ള. കണ്ടോ, വലിയ കിടങ്ങാട്ടോ ഈ കാണുന്നത്. ഇവിടെ ചുറ്റിനും വലിയൊരു സ്ഥലത്തേക്ക് പോവാണേ. വലിയ വലിയ കോട്ടക്കൊത്തളങ്ങളൊക്കെ കാണാണ്ടേ. അതൊക്കെ വരുമ്പോൾ വാച്ച് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ. അതൊക്കെ സ്ഥലങ്ങൾ തന്നെ കേട്ടോ. ഇവിടെയൊക്കെ നിന്നിട്ട് ആൾക്കാരെ വീക്ഷിക്കാനുള്ള സ്ഥലമാണ്.